വചനം 46 വാക്കർത്ഥം. അഫലം യസീറു എന്നാൽ ഇവർ സഞ്ചരിക്കുന്നില്ലേ, ഫിൽ അർദി ഭൂമിയിൽ കൂടി, ഫതകൂന എന്നാൽ ഉണ്ടാകേണ്ടിയിരുന്നു, ഉണ്ടാകുമായിരുന്നു, ലഹും ഇവർക്ക്, ഖുലൂബുൻ ഹൃദയങ്ങൾ, യഅഖിലൂന മനസ്സിലാക്കാവുന്ന, ബിഹ അവ കൊണ്ട്, ഔ ആദാനുൻ അല്ലെങ്കിൽ കാതുകൾ, യസ്മഊന കേൾക്കാവുന്ന, ബിഹ അതുകൊണ്ട്, ഫഇന്നഹ എന്നാൽ നിശ്ചയമായും കാര്യം, ലാ തഅമ അന്ധത ബാധിക്കുന്നതല്ല, അന്ധമാവുകയില്ല, അൽ അബ്സ്വാറു കണ്ണുകൾക്ക് കണ്ണുകൾ, വലാകിൻ പക്ഷേ എങ്കിലും, തഅമ അന്ധത ബാധിക്കും, അന്ധമാകും, അൽ ഖുലൂബു ഹൃദയങ്ങൾക്ക് ഹൃദയങ്ങൾ, അല്ലതി ഫിസ്സുദൂർ നെഞ്ചുകളിലുള്ള. أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. ഇവർ ഭൂമിയിൽ അഥവാ രാജ്യങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നില്ലേ? എന്നാൽ അവർക്ക് ചിന്തിച്ച് മനസ്സിലാക്കുവാനുള്ള ഹൃദയങ്ങളോ കേട്ടറിയുവാനുള്ള കാതുകളോ ഉണ്ടാകേണ്ടിയിരുന്നു. എന്നാൽ വാസ്തവത്തിൽ ഈ ബാഹ്യമായ കണ്ണുകൾക്ക് അന്ധത ബാധിക്കുന്നില്ല. എങ്കിലും നെഞ്ചുകൾക്കകത്തുള്ള ഹൃദയങ്ങൾക്കത്രേ അന്ധത ബാധിക്കുന്നത്. 46 വചനത്തിൻ്റെ വിശദീകരണം. മേൽപ്പറഞ്ഞ സമുദായങ്ങളുടെ വാസസ്ഥലങ്ങളായിരുന്ന പ്രദേശങ്ങളിൽ കൂടി ഇവർ പലപ്പോഴും സഞ്ചരിച്ചു വരുന്നുണ്ട്. എന്നിട്ടും അവരുടെ സ്ഥിതിഗതികൾ ഏറെക്കുറെ മനസ്സിലാക്കുവാനും അതുവഴി പാഠം പഠിക്കുവാനും ഇവർക്ക് കഴിയാഞ്ഞതെന്താണ്? ഇവരുടെ അന്ധതയല്ലാതെ മറ്റൊന്നുമല്ല, പുറം കണ്ണുകളുടെ അന്ധതയല്ല, അകം കണ്ണുകളാകുന്ന ഹൃദയങ്ങളുടെ അന്ധതയാണ്. ശാരീരിക രോഗങ്ങൾ മൂലം ബാഹ്യദൃഷ്ടികൾ നഷ്ടപ്പെടുന്നതുപോലെ ആത്മീയവും മാനസികവുമായ രോഗങ്ങൾ നിമിത്തം ഹൃദയത്തിൻ്റെ കാഴ്ചയും നഷ്ടപ്പെടുന്നു. പിന്നെ ബാഹ്യമായ കാഴ്ചയും കേൾവിയും ഉള്ളതുകൊണ്ട് മാത്രം കാര്യം ഗ്രഹിക്കുവാൻ സാധ്യമാകാതെ വരികയും ചെയ്യുന്നു.